പിന്നെ നിന്റെ അച്ഛൻ ചാക്ക് കിട്ടിയിട്ട് എനിക്ക് 1 ലക്ഷം രൂപ കൊണ്ടുപോകണം. എടാ മാധവ് സുരേഷ്, നാണം ഉണ്ടെങ്കിൽ നീ നിനക്ക് എവിടെ നാടാ ഇതല്ല കിട്ടിയത്? ഞാൻ പൈസ വാങ്ങിച്ചത് നിന്റെ അച്ഛന്റെ. സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഫാൻ അറിഞ്ഞ ഒരു കാലത്ത് അറിയോ? ബടാ ദോസ്തൊക്കെ ഫസ്റ്റ് ഷോ കണ്ടവണ ഞാൻ. ചിന്താമണി കൊലക്കേസില് ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോ കയ്യടിച്ചവണ ഞാൻ. നിന്റെ അച്ഛന്റെ ഫാനാണ് ഞാൻ. സിനിമാക്കാർ പട്ടികളെ ഞാൻ പറയാം, പട്ടികളെ. സോ ഗൈസ്, നമ്മൾ ഇന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഉള്ളിത്തൊലി ഗാങ്സ്റ്റർ പടത്തിനാണ്. നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? ദുൽഖറിന് സെക്കൻഡ് ഷോ ഉള്ള പോലെ, പ്രണവിന് ആദ്യം ഉള്ളതുപോലെ, കാളിദാസിന് പൂമരം ഉള്ള പോലെ, നമ്മുടെ സ്വന്തം രാജുവേട്ടന് നന്ദനം ഉള്ളതുപോലെ. അച്ചുവേ, അതുപോലെ നിനക്കും വേണ്ടടാ. തന്റെ കഴിവ് ഏറിയ രണ്ടാമത്തെ മകനെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി സുരേഷ് ഏട്ടൻ ചാറ്റ് GPT വഴി അടിച്ചുണ്ടാക്കിയ പടമാണ് കുമ്മട്ടിക്ക കളി. സോ ഗൈസ്, ഇതാണ് നമ്മുടെ നായകൻ ഡെന്നി. ഡെന്നി നന്നായി ഓടും, നന്നായി ചാടും, കട്ട മാസം കാണിക്കും. അപ്പൊ പടം തുടങ്ങുന്നത് ഡെന്നിയും ഫ്രണ്ട്സും ആസാമിമാരായിട്ട് വന്ന് ലെനിയുടെ അടുത്തുനിന്ന് പൈസ തണ്ടുന്നത് കാണിച്ചു. ഓം ശാന്തി ഓം. ഇതിപ്പോ ഞാൻ വിശ്വസിക്കണോ? മാതാവാണേ അമ്മച്ചി, അഴനിക്കാണ്. 1000 രൂപയെങ്കിലും തരുമോ? അങ്ങനെ ഇവരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയത് ചുമ്മാ വെള്ളം ഒടിച്ച് കളയാനാണെന്ന് നമ്മൾ വിചാരിച്ചെങ്കിൽ നമുക്ക് തെറ്റി. ദ തിങ് ഈസ്, നമ്മുടെ നായകൻ നെപ്പോക്കിട്ട് ഒരു ഫുട്ബോൾ എന്തൂസിസ്റ്റ് ആണ്. പക്ഷെ കഴിവില്ലാത്തതുകൊണ്ട് ഡെന്നിയൻ ടീം ഈ പീക്കിരി പയ്യന്മാരോട് നല്ല അന്തസ്സായിട്ട് മൂജി തോക്കും. എന്റെ ജീവൻ എന്ന് വേണമെങ്കിൽ പറയാം ഫുട്ബോൾ. അതില്ലെങ്കിൽ ഞാനില്ല. പിന്നെ ഗൈസ്, ചില സമയത്തൊക്കെ ഈ പടം സയൻസ് ഫിക്ഷൻ ആയിട്ട് മാറും. കാരണം വായ അനക്കാണ്ടും ലെന ടെലിപ്പതി വഴി സംസാരിക്കും. അവര് പഴനിക്ക് പോയല്ലോ. സത്യോട്ടി സൗണ്ട് ഇഫക്റ്റ് ഇട്ടത് ഞാനല്ല ഗൈസ്. ഇവർ ഉദ്ദേശിച്ചത് കോമഡി ആണെന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡയറക്ടർ സിൽവണ്ണനാണ് ഈ സൗണ്ട് ഇഫക്റ്റ് ഇട്ടത്. ബൈ ദ വേ, ഇവരാണ് ഇന്ദിരാമ്മ. ഇവരെപ്പോഴൊക്കെ സ്ക്രീനിൽ കാണിക്കുവോ അപ്പോഴൊക്കെ ഇവര് തുപ്പി 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 സ്ക്രീൻ മൊത്തം നാറ്റിക്കും. पूरा देश बोल रहा है एक ही जुबान, सुबह केसरी. पेमल बोलो जुबा केसरी. ഈ ഇന്ദിരാമ്മ പണ്ട് വീട്ടിൽ അതിക്രമിച്ച് കയറിയ കുറെ കുട്ടി ഫുഡ് ബ്ലോഗർമാരെ എടുത്തു വളർത്തി. ഇനി എങ്ങോട്ടാ? അവരാണ് നമ്മളിപ്പോ കാണുന്ന ഈ പടുവാഴകൾ. പിന്നെ നമ്മുടെ ഡെന്നിക്കൊരു ക്രഷ് ഉണ്ട്. അവളെ കാണാൻ ഓരോ കാരണുണ്ടാക്കി ഇവൻ അവളുടെ വീട്ടിലേക്ക് വലിഞ്ഞു കയറും. അമ്മച്ചി പറഞ്ഞിട്ട് ചേച്ചിക്ക് ഒരു പ്രാവശ്യം കൂടി. കടപ്പുറത്തുകാരാണെങ്കിൽ മുഖത്ത് ടാൻ വേണമെന്നും പറഞ്ഞ് ഒരു ലോഡ് മേക്കപ്പ് ആണ് ഈ ചെക്കന്റെ മുഖത്ത് വാരി പൊത്തിയിട്ടേക്കണം. കൊച്ചിനും ഇതുപോലെ നല്ല അസ്തർ വാങ്ങി പൂശിക്കൂടെ? അങ്ങനെ ക്രഷിനെ വളയ്ക്കാൻ ഡെന്നി ഓരോരോ നമ്പർ ഇറക്കും. പോടാ പട്ടി, ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? എന്റെ മാതാവേ, കണ്ടക്കിടന്ന വൃത്തികെട്ട നാറി. അവന്റെ തൊഴിഞ്ഞ ഒരു മോന്തം വെച്ചോടാ. നിന്റെ മോത്ത് ആരും നോക്കൂടാ, ടെമ്പിൾ ആരെങ്ങനെ നോക്കൂ? ഫസ്റ്റ് ഷോ അല്ലേ അയച്ചുള്ളൂ. ഇനി പ്രേക്ഷകരെല്ലാരും കണ്ട് തീരുമാനിക്കട്ടെ. പിന്നെ വീണ് കിട്ടിയ അവസരം മുതലെടുത്ത് ആ കുട്ടിക്ക് ഒരു ബുക്ക് വാങ്ങി കൊടുക്കും ഗൈസ്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ബുക്ക് വേണം. പിന്നെന്താ? താങ്ക്സ്. ഓ, താങ്ക്സ് മാത്രമേ ഉള്ളോ? എന്നിട്ട് ഈ ഫീൽ ഗുഡ് കഥ ഇവൻ ചെന്ന് കൂട്ടുകാരോട് കമ്പിക്കഥയായിട്ട് പറയും. ഇടയ്ക്ക് സ്പീഡ് ബാരിൽ ചാടുമ്പോ ഉണ്ടല്ലോ, ഇവളുടെ ദേഹം എന്റെ ദേഹത്ത്. ഞാൻ പിടിച്ചു എന്റെ കൈകൾ മേളിലേക്ക്. കണ്ട മുത്തുച്ചിപ്പി എഴുതണന്മാരെ കൊണ്ട് തിരക്കഥ എഴുതിച്ച ഇത് ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ ആരാ? ഇനിയാണ് നമ്മുടെ മെയിൻ വില്ലന്റെ എൻട്രി. യൂത്ത് സെൻസേഷനായ അലിൻ ജോസ് പെരയുടെ കൂടെ നടക്കുന്ന ഈ വധൂരിയാണ് പടത്തിലെ മെയിൻ വില്ലൻ ആന്റണി. ഇത് അനിയൻ ആൻഡ്രൂസ്. ഇവരുടെ ഹാർബറിലാണ് നമ്മുടെ കുമ്മട്ടി ബോയ്സ് വല വലിക്കുന്നത്. കടലില് വല എറിയടാ. നീ ഇപ്പൊ പോയിട്ട് ആ കൊടുത്ത മീന്റെ 3000 രൂപ ഇപ്പൊ വാങ്ങിട്ട് വരണം. സോ ഇവൻ കൊടുത്ത മത്തിയുടെ കാശ് മേടിക്കാൻ വേണ്ടി ഇവന്റെ ക്രഷിന്റെ വീട്ടിലേക്ക് വിട്ടുപിടിക്കുന്നുണ്ട്. അച്ചായ വാ പോവാം. അച്ചായനൊരു പ്രശ്നം ഉണ്ടായ നമ്മുടെയും പ്രശ്നം. ഏതാടാ നായേ? അങ്ങനെ പെണ്ണിനെ വളയ്ക്കാൻ വേണ്ടി ഡെന്നിമോൻ അവളുടെ ചേട്ടന്റെ ഒപ്പം തല്ലുണ്ടാക്കാൻ വേണ്ടി പോകും. എടാ പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നു. പക്ഷെ അടിയുടെ മണം അടിച്ചപ്പോഴേക്കും ഭരത്ചന്ദ്രനാവും വന്നവൻ മിന്നൽ പ്രതാപനായിട്ട് കണ്ടമൊഴിയോടും.
ബട്ട് ആസ് യൂഷ്വൽ കൂട്ടുകാരുടെ അടുത്ത് നിന്നിട്ട് ശാന്തിവിള തേനിച്ച് തള്ളുന്ന പോലെ പരത്തി അങ്ങോട്ട് തള്ളി മറിക്കും. ഇവന്റെ അടി കണ്ട് പെണ്ണ് ഫ്ലാറ്റ് ആയെന്നും വഞ്ചിയിൽ വെച്ച് പെണ്ണ് കിസ് അടിച്ചു എന്നൊക്കെ പറയും. ഒരു ലൊക്കേഷൻ ചേഞ്ച്. റാമ്പിൽ നിന്ന് ബൈക്ക് ജമ്പ് ചെയ്യുന്നതോടുകൂടി 2 സൈഡിൽ നിന്നും എക്സ്പ്ലോഷൻ ഉണ്ടാവും, ബോംബുകൾ. അത് നമ്മൾ ഗ്രാഫിക്സിൽ ആഡ് ചെയ്യും. 3 കാറുകളെ ഓവർടേക്ക് ചെയ്ത് ബൈക്കിലാണ്. കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജ് ആവുന്നു. സോ ഗൈസ്, ബേസിക്കലി ഇവനൊരു അല്പനാണ്. ഇഷ്ടമുള്ള ആളോട് അത് തുറന്ന് പറയാണ്ട് അവളെപ്പറ്റി ഓരോ ഫെറ്റിഷും ഫാന്റസൈസ് ചെയ്ത് അത് ഫ്രണ്ട്സിനോട് പറഞ്ഞ് പുളകം കൊള്ളുന്ന ഒരു തനി മൊണ്ണ. അതിനു പുറമെ കടപ്പുറത്ത് ജനിച്ചു വളർന്ന ഒരു സാധുവാണെങ്കിലും ഡെനിമോൻ അങ്ങ് ബ്രിട്ടീഷ് ആക്സന്റ് വായിൽ വരുള്ളൂ. കാർലോ റോസി റെഡ് വൈൻ. ബേസിക് റെസ്പെക്ട് വിൽ ഗിവ് ഇറ്റ് ബാക്ക് tenfold if anything. അത് തരാനുള്ള മര്യാദ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വെറുതെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരിച്ചും കിട്ടിക്കൊണ്ട് പോവും എന്ന് മനസ്സിലാക്കേണ്ട ഒരു സമയം കഴിഞ്ഞു. Passion on cinema industries that's film industries directors they are like me to industry to act. సామజవర గమన నిన్ను చూసి ఆగగలనా, మనసు మీద వయసుకున్న అడుపు చెప్పతగునా. സാധാരണ സിനിമാ താരങ്ങളുടെയൊക്കെ മക്കൾ കൂടുതലും അഭിനയ രംഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഭാവിയിൽ നമുക്ക് ഇന്ത്യൻ ടീമിന് അഭിമാനിക്കാവുന്ന ഒരു ഫുട്ബോളറിനെ പ്രതീക്ഷിക്കാമോ മാധവില്? അപ്പോ അവൻ പറയുന്നത് 2026 ഇന്ത്യ ലോകകപ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ടീമിൽ ഒരു അംഗം ഞാനായിരിക്കും. നിങ്ങളൊരു 100 പേര് ഗോപി 65 എന്ന് കമന്റ് ഇട്ടാല് ആക്ടിങ് നിർത്തി തിരിച്ച് ഫുട്ബോളിലേക്ക് മാധവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം MLA സുരേഷ് ഗോപി ചേട്ടനെ നമ്മുടെ എല്ലാവരും പേരിൽ ഞാനൊരു ശുഭാശക്കത്ത് കൊടുക്കുന്നതാണ് ഗൈസ്. ഞാൻ വെറും ആണെന്ന് കരുതിയോണാ നീ. അങ്ങനെ ഒരു റൊമാൻറ്റിക് സീനൊക്കെ കഴിഞ്ഞു വന്നിരിക്കുന്ന നേരം നമ്മുടെ ഡാഡിക്കുള്ള പയ്യനൊരു സത്യം മനസ്സിലാക്കുന്ന ഗൈസ്. അവന്റെ പെങ്ങളെ അവന്റെ കൂട്ടുകാരനൊരു സ്റ്റെപ്പ് സിസ്റ്റർ ആയിട്ടാണ് കണ്ടിരുന്നതെന്ന്. അടിമണത്തറിഞ്ഞ് ഇന്ദിരാമ റാപ്പിഡ് എടുത്ത് ഓൺ ദ സ്പോട്ടിൽ സ്ഥലത്തെത്തും. പിന്നെ അങ്ങോട്ട് പൂര അടിയാണ്. തെറ്റെന്റെ ഭാഗത്താ. എന്നിട്ടൊരു കുപ്പിയുടെ പുറത്ത് കാര്യങ്ങളെല്ലാം കോംപ്ലിമെന്റ്സ് ആക്കും. നമ്മളെപ്പോലെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് അഭിനയിക്കണേ നീ? ഇവരുടെ വിഷം തീർന്നപ്പോഴേക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ് സ്റ്റാർ പ്രശ്നേഷിന്റെ അടുത്ത പ്രശ്നം തുടങ്ങി. അവളെ നഴ്സിംഗ് പഠിപ്പിക്കാൻ അവനവളെ കെട്ടോടാ, എനിക്ക് സഹിക്കില്ല. സോ ബേസിക്കലി ഇവന്റെ ക്രഷിനെ അവളുടെ കസിൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. പെങ്ങളെ കെട്ടാൻ ഇവനെന്താ കാർത്തിക് സൂര്യ. സോ ഇവന്റെ മോങ്ങല് കണ്ട് ഫീൽ ആയി ഇവന്റെ ഫ്രണ്ട്സ് നേരെ ചെന്ന പെങ്കൊച്ചിനെ അങ്ങോട്ട് കിഡ്നാപ്പ് ആക്കും. ഇതെല്ലാം കോമഡി ആയിട്ട് കാണിച്ചത് ഡയറക്ടർ സാർ നമ്മളെയൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു ആശ്വാസം. രണ്ടുപേരും കൂടി എന്നിട്ട് ഇവരൊക്കെ പോലീസ് പൊക്കുമ്പോഴാണ് ഗൈസ് ഇവർ അറിയുന്നത് ഇതൊക്കെ ഇവന്റെ ഒരു മനസുഖത്തിന് വേണ്ടി പറഞ്ഞുണ്ടാക്കിയതാണെന്ന്. അങ്ങനെയൊക്കെ നടന്നിരുന്നെങ്കിൽ അപ്പൊ നടന്നില്ലേ? ഇനി എന്റെ കൊച്ചിന്റെ പരിസരത്ത് എന്റെ കൺമുന്നിലോ വന്നാൽ ഇനി ഞാനെന്താ നിങ്ങളുടെ കാല് സോ കിട്ടിയ പരിഹാസത്തിന് മറുപടി കൊടുക്കാൻ വേണ്ടി ഇവരൊക്കെ കുമ്മാട്ടി എന്ന പേരിൽ ഒരു തട്ടുകട ഇടും. കട ഹിറ്റായതോടുകൂടി അങ്ങ് മാരിയറ്റ് ഹോട്ടലിൽ നിന്ന് വരെ ഓർഡർ വരാൻ തുടങ്ങും. എന്താന്ന് മാരിയറ്റ് ഹോട്ടലിലെ ഡീൽ കിട്ടിയടാ. അങ്ങനെ പയ്യെ പയ്യെ കുമ്മട്ടി ബോയ്സ് പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് എത്തും. പക്ഷെ അത് ഇഷ്ടപ്പെടാത്ത ആൻഡ്രൂ ബായി ഒരു ചിക്കനെ കൊണ്ടുവന്നിട്ട് അവിടെ സീനാകെ അലമ്പാക്കുന്നു. അങ്ങനെ ഇടിയുടെ ബാക്കി നടത്താനായി എല്ലാവരും കടപ്പുറത്തേക്ക് എത്തും. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ഒരു ചെറു പുഞ്ചിരിയോടെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് സ്റ്റാർ മാധവ് മാസ് കാണിക്കാറ്. പേടിയില്ലടാ. പക്ഷെ ഒരു പെണ്ണിന്റെ മേത്ത് കൈവച്ച സുരേഷ് ഏട്ടനെ ഓർത്ത് നമ്മുടെ മാധവ് അങ്ങ് ചാർജ് ആവും. മഹാദേവ. അങ്ങനെ ഗംഭീരമായ ഒരു സംഘടനം അവിടെ അരങ്ങേറുകയാണ് ഗൈസ്. ഇവന്മാരിൽ നിന്ന് ചളക്ക് കിട്ടിയത് കൊണ്ടും ഹാർബറിൽ വെച്ച് മുണ്ടൂരി പോയതിന്റെ പേരിലും അതിൽ നിന്നുണ്ടായ വിഷമം കൊണ്ട് ഗുണ്ട ആൻഡ്രോസ് ആത്മഹത്യ ചെയ്യും. ഇത്രയ്ക്ക് ഗതികെട്ടൊരു ഗുണ്ടേനെ സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഗൈസ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഒരു പാവം ഗുണ്ടയുടെ മനസ്സ് വിഷമിപ്പിച്ച് കൊലയ്ക്ക് കൊടുത്തതിന് ചേട്ടൻ ഗുണ്ട ആന്റണി ബായി അവന്മാരെ ചാക്കി കെട്ടി ഒരു പാക്ക് ചെയ്ത് വെക്കും. ഇവരെ തപ്പി ഇന്ദിരാമ നടക്കുമ്പോഴാണ് മലയാള സിനിമയിൽ 2020 ലാലേട്ടന്റെ മാസ് ട്രാൻസ്ഫോർമേഷന് ശേഷം ഏറ്റവും കിട്ടില്ല ഒരു ട്രാൻസ്ഫോർമേഷന് നമ്മൾ സാക്ഷിയാവുന്നത് ഗൈസ്. സുജാത
അതെ ഗൈസ്, വെറും ഒരു മീൻകാരി ചേച്ചിയല്ല ഇന്ദിര, അവരൊരു എക്സ് മാവോയിസ്റ്റ് ആയിരുന്നു. എന്നിട്ട് അവർ റിട്ടയർമെന്റ് ലൈഫിൽ ഒരു അണ്ടർ കവർ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ഇനി അങ്ങോട്ട് മാധവേട്ടന്റെ അഴിഞ്ഞാട്ടമാണ്. അങ്ങനെ ഹാർബറിൽ അത്തരം ടൂൾസും സാധനങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവന്മാര് ഈ പ്ലാസ്റ്റിക് കൂടെ കൊണ്ട് പില്ലോ ഫൈറ്റ് നടത്തും. എന്തിനാടാ കൊന്നിട്ട്? ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ വളരാനോ? നീ എന്ത് തേങ്ങയാടി പറയുന്നേ? ജനിച്ചു വീണ അന്ന് തന്നെ അച്ഛൻ മരിച്ചെന്നുള്ള ചീത്തപ്പേര്. ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞു കേൾക്കാനോ? ഇവിടെ തന്നെയല്ലേ അവളും വളരേണ്ടത്. പക്ഷെ എന്നോട് തെറ്റ് ചെയ്ത നിയമത്തോട് അതേ ഭാഷയിൽ മറുപടി പറഞ്ഞാൽ ഞാൻ ആരായി? നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. എന്താ എവിടെ നിന്ന് കിട്ടിയതിന്? ക്രിമിനൽ അല്ല ആൻഡോ സാറേ. അപ്പൊ വടിവാളും കൂടുവാളും എടുത്തു വെക്കാൻ പറഞ്ഞതോ? അതൊക്കെ ഏതെങ്കിലും ഒരു കൊല്ലന് കൊടുത്ത് അരിവാളാക്കിയിട്ട് കൊയ്യാൻ കൊടുത്തൂടെ? നമ്മൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കും, പണിയെടുത്താണ് ജീവിക്കുന്നത്. ഹീനോട്ടോ കൊന്നിട്ട് ഈ പരിപാടി വെച്ചിട്ടുള്ള ഡയലോഗ് ഡെലിവറി, മസിൽ പിടുത്തവും ചാട്ടവും എന്താ പുള്ളി കാണിക്കുന്നേ? ഇതുപോലത്തെ ഒരു കോമഡി പീസ്. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്. പിന്നെന്താ, ഉള്ളിന്റെ ഉള്ളിൽ സ്വല്പ കലയുണ്ടായി പോയി. പക്ഷെ ചൂഷണം അതാരും ചെയ്താലും ഞാൻ എതിർക്കും. നമ്മൾ ഗുണ്ടകളല്ല, അനാഥരാണ്. എന്തിനാണ് കൊന്നിട്ട്? നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. നമ്മൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കും, പണിയെടുത്താണ് ജീവിക്കുന്നത്. ഈ കടലില് അതിനാരൊക്കെ എതിർത്താലും എനിക്കൊരു പ്രശ്നമില്ല. പറഞ്ഞേക്കാം. നേരും നിറയായി ജീവിക്കാൻ തുടങ്ങിയതാ നമ്മൾ. പെട്ടെന്നൊരു അപ്രതീക്ഷിതമായിട്ടൊരു കോള് വരികയാണ്. മനുഷ്യനായി കഴിഞ്ഞാൽ എന്തോ കളിക്കുന്നതാ. ഇങ്ങനെ നമ്മുടെ MLA സാറിന്റെ ഉപദേശം കേട്ടിട്ട് ഇവനെ കൊല്ലുന്നതിലും നല്ലത് ഫുട്ബോൾ കളിച്ച് 2026 ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയ മാധവേട്ടൻ ഫുട്ബോൾ പ്രാക്ടീസ് തുടങ്ങും.